മുറിഞ്ഞുപോയ കൈയും മൂത്രത്തിലെ ചോരയും ആശുപത്രി വരാന്തകളിൽ ജീവിതം ഇരുണ്ടകാലമായി പോയ കുറച്ച് അത്താഴപ്പെട്ടിന് മനുഷ്യാത്മാക്കൾ കേരള മനസാക്ഷിയുടെ കൺസേൺ ആകുന്ന ഒരു പരാജയകാലമാണ്. അയ്യോ, ഇത്രയുള്ളൊരു ചെറിയ ആർട്ടിലറി മാക്കോട്ടെ അവിടെ ഇരുന്ന 20 അല്ല 50 വർഷം കുഴപ്പമില്ല എന്ന് കേട്ടതിന് പിന്നാലെ ഇന്നലെ കേരളം കണ്ടതാണ് ഈ നീളത്തിൽ ലക്ഷണമൊത്തൊരു ചോര അവരുടെ കത്രിക. ആ ഡോക്ടർമാർക്കൊന്നും പിഴവില്ല, ഉപകരണങ്ങളൊന്നും കാണാണ്ടായില്ല. ഏതോ നഴ്സ് വേറൊരു ഓപ്പറേഷൻ കൂടി പങ്കെടുത്തിരുന്നുവെന്നാണ് അന്വേഷണ റിപ്പോർട്ട്. ആ പാതകമത്രയും ഏതോ പാവം കൊച്ചിന് തലയിൽ വെക്കാനാണ് അണിയറയിൽ കീമാ പണി. പ്രോട്ടോകോൾ പോലും പാലിക്കാൻ ആശുപത്രിയിൽ ആളില്ലെങ്കിൽ അതാണ് ആരോഗ്യമന്ത്രി. സിസ്റ്റം പരാജയം. അതിന് മാധ്യമങ്ങളുടെ മണ്ടക്കോട്ട് കയറിയാൽ പരിഹാരമാണോ? ഡെലിവറിക്ക് വജൈനിയിൽ ചെറിയൊരു മുറിവുണ്ടാക്കാൻ നോക്കിയത്, കൈപ്പിഴയിൽ കത്രികയാഴത്തിൽ താഴ്ന്ന മലദ്വാരം മുറിഞ്ഞൊടുവിൽ കുടൽമാല പുറത്തെടുത്ത് സ്റ്റോമാ ബാഗിലാക്കി കയ്യിൽ പിടിച്ച് കുഞ്ഞിന് പാല് കൊടുക്കേണ്ടി വന്ന അമ്മയുടെ വേദനയടക്കം 3ാം പരാതിയിലാണ് ഡോക്ടർക്കെതിരായ സസ്പെൻഷൻ. ആറ്റുകാൽ പൊങ്കലിക്ക് ഡ്യൂട്ടി ബഹിഷ്കരണം. മറ്റന്നാൾ ജില്ലാതലത്തിൽ OP അടച്ചുപൂട്ടുമെന്നാണ് സംഘടിത ശക്തിയിൽ പേടിപ്പിക്കാൻ ഡോക്ടർ സംഘടനയുടെ ഗൂണ്ടാവർത്താനം. ഈ ഗതികെട്ട മനുഷ്യരെ ബന്ധുക്കളാക്കി കേരളത്തോട് യുദ്ധപ്രഖ്യാപനത്തിന് ആരെങ്കിലും ധൈര്യം കാട്ടുന്നെങ്കിൽ അത് ആരോഗ്യവകുപ്പിന്റെ തലപ്പത്തിരിക്കുന്നവരുടെ ഇൻഎഫിഷ്യൻസിയുടെ പരമാവധി ക്ലാസിക്കൽ കഴിവുകേടാണ്. അതിന് മാധ്യമങ്ങളുടെ മണ്ടക്കേറലാണോ ആരോഗ്യമന്ത്രി പരിഹാരം? ആടിയുലയുന്ന കപ്പല, സിസ്റ്റം പരാജയം, കൊലയ്ക്ക് കൊടുത്ത് അനാഥമാക്കിയത് വേണുവിന് 2 പെൺകുഞ്ഞുങ്ങൾ, ആയുഷ്കാലത്തെ കൈമുറിച്ചു കളഞ്ഞ 9കാരി. ആ ഗതികേടിന്റെ വേദനാപെരുക്കങ്ങൾക്ക് മുന്നിൽ ഏതോ കുത്തക സഹായം, പ്രതിപക്ഷം, കനകോലു എന്നൊക്കെ രാഷ്ട്രീയ വെടലവർത്താനം പറയല്ലേ. അത് മനുഷ്യവിരുദ്ധമാണ്. പാവങ്ങളുടെ പ്രാക്ക് കിട്ടുന്ന അപരാധപ്പണിയാണ്.